ഓപ്പൺ എൻഡിങ്സ് ബിക്കോസ് ഞാൻ പറയാം സപ്തമശ്രീ തസ്കരാഹ ഞാൻ കണ്ടിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ സിനിമ എന്താണ് അവസാനം സംഭവിച്ചത് അല്ല വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദി എൻഡ് ഐ റിമെമ്പർ അങ്ങനത്തെ ഓപ്പൺ എൻഡിങ്സ് എന്തുകൊണ്ട് ചെയ്യുന്നു? ഓപ്പൺ എൻഡിങ്സ് എന്ന് പറയുന്നത് ഞാൻ ഐ എം എ വെരി ഹാപ്പി പേഴ്സൺ. എനിക്ക് ഒരു ഐ കനോട്ട് ബെയർ എ നെഗറ്റീവ് ടു എനിത്തിങ് ഐ ഡു. ഒരു അവസാനമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് അത് എനിക്ക് ഒരിക്കലും പറ്റില്ല. പിന്നെ ഓപ്പൺ ഉണ്ട്, അതായത് ഒരു വൺ ഗുഡ് റീസൺ ഇസ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയാലും അതെന്താണെന്നുള്ളത് ഇപ്പം ചിത്തു തന്നെ അത് ആലോചിച്ചു അല്ലേ, കുറേ ആലോചിച്ചു. അപ്പം അത് ആലോചിക്കണ്ടേ? ഒരു സിനിമ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ അത് സിനിമ. പക്ഷെ ഒരു ഡയറക്ടറായിട്ട് ആ ഒരു ക്ലൈമാക്സ് എനിക്ക് ഈ രീതിയിൽ വേണം എന്ന് ഒരിക്കലും അല്ല, ക്ലൈമാക്സ് ഓൾവേസ് ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്യാറുണ്ട്. ചെയ്യും. ഓക്കെ. ഇപ്പോൾ നോർത്ത് 24 കാലത്തിൽ ആ ഫഹദും സ്വാതിയും കൂടി കണ്ടുമുട്ടുന്ന അവിടെ അവസാനിച്ചു. അതെ, that was also the thing. അവര് they fall in love എന്താണ് എല്ലാം ഒരു ഇന്റർപ്രിറ്റേഷൻ സ്റ്റേജിലാണ്. ഞാൻ ലവ് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടേ ഇല്ല. ബട്ട് അത് ചിലവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് ഓപ്പൺ എൻഡിങ്. ഓക്കെ. അനിലിന്റെ എല്ലാ മൂവീസ് എടുത്താലും ദർ ആർ കോൺസ്റ്റന്റ് കാസ്റ്റ് എന്ന് പറയുന്ന 2 പേരാണ്, നെടുമുടി വേണു ചേട്ടനും പിന്നെ ചെമ്പൻ വിനോദ്. അവരിൽ ഏറ്റവും കണ്ട ഗുണങ്ങൾ എന്താണ്? ശരിക്കും 2 പേരൊന്നുമല്ല. എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്ന സുധീകോപ്പ 3 മൂവിയിലുണ്ടായിട്ടുണ്ട്. പിന്നെ സലാം ബുഖാരി എൻ്റെ 3 സിനിമയിലുണ്ടായിട്ടുണ്ട്. 2 സിനിമയിൽ ആക്ട് ചെയ്തവരാണ് സുധീർ കർമ്മന, റീണു മാത്യൂസ്. ഞാൻ എന്താ മനസ്സിൽ വിചാരിക്കണം, ഇപ്പോൾ ഗോവിന്ദചേട്ടനൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഹീ നോസ് വാട്ട് ഐ വാണ്ട്. ഞാൻ എന്താ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള സാധനം ഇവിടുന്നൊക്കെ പറിച്ചെടുത്തിട്ട് All right. So I have some questions for you, okay? And pattern answer like a jamming session. Your best travel experience? It is yet to come. Your philosophy of life? Live and let live. You always say you see yourself as an audience first. Yeah. അപ്പം ഓഡിയൻസ്, മലയാളി ഓഡിയൻസിന് എന്താണ് ആക്ച്വലി വേണ്ടത്? മലയാളി ഓഡിയൻസിന് നന്നായിട്ട് ചിരിക്കണം. എന്റർടൈൻമെന്റ് ആണ് വേണ്ടത്. ആൻഡ് അതാണ് all 3 movies you have tried to bring it. At least in the first 2. Second, I have been more, it was a message oriented movie. ഇൻഡസ്ട്രിയിൽ ഒരു ഫ്രഷർ ആയിട്ട് വരുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെയാണ്? Don't get frustrated. പിന്നെ പേഷ്യൻസ്, അതിൽ തന്നെ ഉണ്ട് 3 കാര്യങ്ങളും. Nothing to be scared of അല്ലെങ്കിൽ ഒന്ന് beware of. I was not scared of anything. Still I am not. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഇത് നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. You don't have to be scared of anything. As long as you have the thing in your heart. And your mind is in the right place. Okay. ഒരിക്കൽ കാതം, ഇപ്പോൾ കണ്ടി. What is that relation between you and distances? Why not distances? ഒത്തിരി നടക്കുമോ? സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറേ നടക്കും. ഞാനൊരു 10-50 കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് മേ ബി ഇൻസൈഡ് ദ റൂം ഇങ്ങനെ വട്ടം വെച്ച് നടന്നുകൊണ്ടിരിക്കും. When I am excited, I start walking. Okay. അനിൽ രാധാകൃഷ്ണൻ ഇന്നൊരു സിനിമ ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ what would you have become? ഞാൻ എൻ്റെ മുന്നേ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തായിരുന്നു കുട്ടിയാകുമ്പോൾ എന്താവണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ബസ് ഡ്രൈവർ ആവണം, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട തുടങ്ങണം. അപ്പം അങ്ങനെ അനിൽ രാധാകൃഷ്ണൻ ചെയ്തു വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഓൺ റൂട്ട് ടു മേക്കിംഗ് മൂവി. എന്തുകൊണ്ട് പെട്ടിക്കട? അല്ല, അതെൻ്റെ കുട്ടിക്കാലത്തെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര ഐ ക്യാൻ ഡു എനിത്തിങ്. വാട്ട് എവർ മേക്സ് മീ ഹാപ്പി ഞാൻ ചെയ്യും. ബിഫോർ മൂവീസ് യു കെയിം ടു ദ ഇൻഡസ്ട്രി, ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ഏർലി 2000s ആകുമ്പോഴേക്ക് ഞാൻ ഐ വാസ് ഇൻ ദ ആനിമേഷൻ ഫീൽഡ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആ ഒരു ഫീൽഡിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ഓൺ ടു ഡു സം അഡ്വർടൈസ്മെൻറ്റ്സ്. അതിൻ്റെ അടുത്ത എവല്യൂഷൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കുരങ്ങൻ ഇങ്ങനെ മാറി മനുഷ്യനായി എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോഴും ഒരു പകുതി ആനിമൽ കുരങ്ങൻ പകുതി മനുഷ്യൻ്റെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇൻ ഫ്യൂച്ചറിൽ ഒരു 5 yearsൽ ഞാനിപ്പോൾ പറയുവാണെങ്കിൽ what do you see yourself as? I mean, like, if I'm lucky, I'll be doing movies. Okay. അല്ലെങ്കിൽ എന്താ whatever makes me happy ഞാൻ അത് ചെയ്യുന്നുണ്ടാവും.
ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ? 46 വയസ്സല്ലേ, ഇനി എന്ത് ബാക്കപ്പ് പ്ലാൻ വെച്ചിരിക്കും. ഓക്കെ. അത് ആ എന്തൊക്കെ ചെയ്തു വന്നു അതിൻ്റെയൊക്കെ ഒരു ഷെൽഫ് ലൈഫ് തീർന്ന വരെ അത് ചെയ്തു. ഇനി ഐ വോണ്ട് ഗോ ബാക്ക്. ഞാൻ ചെയ്തതിലേക്ക് ഇനി ഒരിക്കലും എനിക്ക് തോന്നില്ല ഞാൻ തിരിച്ചു പോകുന്നുള്ളത്. അനിൽ രാധാകൃഷ്ണൻ എന്ന ഡയറക്ടറിന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ലൈഫ് സ്പാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. എപ്പോഴെങ്കിലും ആൾക്കാർക്ക് എന്നെ മതിയാവാം. പിന്നെ ഞാൻ ചെയ്യണ സിനിമകൾക്ക് ഒരു പുതുമയില്ലാതെ ആവാം. അപ്പം അന്ന് ആയതായിരുന്നു ഞാൻ പിടിച്ച് തൂങ്ങി നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അതല്ല വെച്ചാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഒരിക്കലും മതിയാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളി പ്രേക്ഷകർക്ക്. സോ താങ്ക് യു ഫോർ കമ്മിങ് ടു സ്റ്റാർജം. ഇറ്റ് വാസ് അമേസിംഗ് ഹാവിങ് യു ഹിയർ. താങ്ക് യു ചിത്തു. ചിത്തുവിനും പിന്നെ ആ ക്യാമറേൻ്റെ പിന്നിലിരിക്കുന്ന നിഖിലിനും ഈ ഭാഗത്തെ ക്യാമറയിലിരിക്കുന്ന ജയവിനും പിന്നെ പിന്നിലുള്ള സുജായ്ക്കും കൂടാതെ ഈ ജോസഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. ജോസഫ് ഒരു 6 അടി 3 ഇഞ്ച് ഉണ്ടായാലും നല്ല സുന്ദരനാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ നല്ല ഇഷ്ടമാവും ജോസഫിന്. അപ്പോൾ ജോസഫിനും താങ്ക്സ് എ ലോട്ട് ഫോർ ഹാവിങ് മീ ഹിയർ. Amazing having you. Thank you so much. Thank you.